വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടെക്നോളജിപരമായ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി കണ്ടന്റുമായി അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഉറപ്പായിട്ടും സൗജന്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള സ്ഥിരം വ്യൂവേഴ്സിന് അറിയായിരിക്കും, നമ്മൾ പബ്ജി മൊബൈൽ ഇന്ത്യ ബാൻ ആയത് തൊട്ട് പബ്ജി മൊബൈൽ ഇന്ത്യയുടെ ഏതൊരു അപ്ഡേറ്റ് വന്നാലും ഏറ്റവും ആദ്യം നമ്മുടെ ചാനലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. എന്നാൽ ഈ അടുത്തായിട്ട് ഞാൻ പബ്ജി മൊബൈൽ ഇന്ത്യനെ കുറിച്ച് അപ്ഡേറ്റുകളൊന്നും തന്നെ കവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്തായെന്ന്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കവർ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം ഒരു സോളിഡ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ന്യൂസ് കിട്ടാതെ ഞാൻ വെറുതെ വീഡിയോസ് ചാനലിടാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അപ്ഡേറ്റ് ഒന്നും ഇടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയായിട്ട് എനിക്ക് കുറച്ച് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ടായി. അതായത് പബ്ജിയെക്കുറിച്ച് ഞാൻ കേട്ട ഈ ഒരു കാര്യം സത്യമാണോ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായി. അപ്പോഴാണ് ഞാൻ പുതിയൊരു കാര്യം നോട്ടീസ് ചെയ്തപ്പോൾ പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഒരു 3 ദിവസം മുന്നെയാണ്. അപ്പോൾ 3 ദിവസം മുന്നേ ഗതക് എന്ന് പറയുന്നൊരു പേരിലുള്ളൊരു ഗെയിം. അപ്പോൾ പുള്ളി ട്വിറ്ററിലൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ട്വീറ്റ് ഹിന്ദിയിലായിരുന്നു. ആ ട്വീറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാതിരിക്കുമായിരുന്നു, പക്ഷേ നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ടും ലവും എനിക്ക് തന്നതുകൊണ്ട് എനിക്കിത് മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അടുത്ത 2 മാസങ്ങൾ പബ്ജി ലവേഴ്സിന് വളരെ നല്ല ദിവസങ്ങളായിരിക്കും. കുറേയധികം പബ്ജിനെക്കുറിച്ച് നല്ല ന്യൂസുകൾ വരുന്നുണ്ട്. ഡേറ്റ് മാത്രം എന്നോട് ചോദിക്കരുത്. ഇങ്ങനെയാണ് പുള്ളി ഇട്ടിരുന്ന ഒരു ട്വീറ്റ്. അപ്പോൾ ഈ വ്യക്തി ഒരു പബ്ജി മൊബൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഇതേപോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ പബ്ജി മൊബൈൽ ഇന്ത്യ റിലീസാവും എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും വിശ്വസിച്ച അവസാനം വന്നില്ല എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്കിത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അന്നേ വൈകുന്നേരം ഗോട്ട് നിക്സൺ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ചാനലുണ്ട്. ആ ചാനലിലും പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഈ വീഡിയോയിൽ ഇരിക്കുന്നത് പബ്ജി മൊബൈൽ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചുകൂടി ഒരു സ്ട്രോങ് കൺഫർമേഷനാണ് ഈ 2 സോഴ്സുകളിൽ നിന്നും കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ പുറകിൽ കുറച്ചുകൂടി ഒന്ന് റിസർച്ച് ചെയ്തു. കാരണം വെറുതെ നമ്മൾക്കങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ, പബ്ജി മൊബൈൽ ഇന്ത്യ റിലീസാവും. കാരണം നമ്മൾക്കറിയാം കുറേ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇന്ന് റിലീസാവും, നാളെ റിലീസാവും. കാത്തിരുന്ന് ഈ ഒരു കിലുക്കം സിനിമയിൽ പറഞ്ഞ പോലെ ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല, ആ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നുണ്ടായി. അപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പബ്ജി ഇന്ത്യയിൽ ബാൻ ആയത്. അപ്പോൾ ഇത്രയും നാളായിട്ട് പബ്ജി മൊബൈൽ ഇന്ത്യയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടും കോഡ് റിവ്യൂക്ക് സബ്മിറ്റ് ചെയ്തിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം കണ്ടുകിട്ടിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് API എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ API എന്ന് പറയുന്നത് നമ്മൾ സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ലിങ്കുകളാണ്. അപ്പോൾ ഈ പബ്ജി മൊബൈൽ ഇന്ത്യയുടെ കോഡിനകത്ത് അവരെന്താണെന്ന് വെച്ചാൽ, ഒറിജിനൽ പബ്ജി എന്നാണല്ലോ ഈ കോഡ് കൺവെർട്ട് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി മാറ്റിയത്. ആ കോഡിനകത്ത് കുറച്ച് API, കുറച്ച് ലിങ്കുകൾ ഉണ്ടായി. ഈ ലിങ്കുകൾ ടെൻസെൻറ്റിൻ്റെ സെർവേഴ്സായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എഴുതിയിരുന്ന ലിങ്കുകളാണ്. ആ ലിങ്കുകൾ കമൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ സെർവേഴ്സ്, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അഷ്വറിൻ്റെ സെർവേഴ്സായിട്ട് മാറ്റിയിരുന്നത്. പക്ഷേ ഇവർക്ക് പറ്റിയൊരു അബദ്ധം, ആ ലിങ്കുകളൊക്കെ അവർ കമൻറ്റ് ചെയ്താണ് ഇട്ടിരുന്നത് കോഡിൽ. അത് മുഴുവനായിട്ടങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി കമൻറ്റ് ചെയ്തിടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അതിൽ ഒരു സെക്ഷൻ നമ്മൾ കമൻറ്റ് ചെയ്തിടുവാണെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആ കമൻറ്റിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും റൺ ആവില്ല, നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോഡ് സബ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പബ്ജി മൊബൈൽ ഇന്ത്യ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗവൺമെൻറ് ഒരു പ്രശ്നം കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് അപ്രൂവൽ ഡിലേ ആക്കി എന്നൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്രയും നാളും ഡിലേ ആവാൻ കാരണം. അതുകൊണ്ട് ഈ കമൻറ്റ് ചെയ്യുന്ന ആ ഒരു ടെൻസെൻറ്റിൻ്റെ API ലിങ്കുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും സബ്മിഷൻ ചെയ്തപ്പോഴാണ് ഗവൺമെൻറ്റിൽ നിന്നും അപ്രൂവൽ കിട്ടിയതെന്നും, അപ്രൂവൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി അവർക്ക് മറ്റുള്ള കാര്യങ്ങളായിട്ട് പ്രൊസീഡ് ചെയ്യാമെന്നും, അങ്ങനെ ഒരു ഫൈനൽ റിലീസ് അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് വളരെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ. അറിയാൻ നമ്മൾക്ക് കുറേ ആൾക്കാർ പബ്ജി ഇപ്പോഴും കളിക്കുന്നുണ്ട്, കൊറിയൻ വെർഷൻ കളിക്കുന്നുണ്ട്, ഗ്ലോബൽ വെർഷൻ കളിക്കുന്നുണ്ട്, VPN ഉപയോഗിച്ച് കളിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും ഈ VPN ഇട്ടോ അല്ലെങ്കിൽ കൊറിയൻ വെർഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാനൊന്നും അറിയാത്തവരും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരാറുണ്ട്, ഞാനിങ്ങനെ APK ഡൗൺലോഡ് ചെയ്തു, ഇനി ഇങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പബ്ജി മൊബൈൽ ഇന്ത്യ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നതിൻ്റെ സുഖം, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. ഇപ്രാവശ്യം എന്തായാലും ഡേറ്റ് അവർ അറിയിച്ചിട്ടില്ല. ഒഫീഷ്യലി ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷനും വന്നിട്ടില്ല. പക്ഷേ റിലയബിൾ ആയിട്ടുള്ള 2 സോഴ്സിൽ നിന്നും ഈ ഇൻഫർമേഷൻ വന്നതുകൊണ്ടാണ് കുറേ നാളായി പബ്ജിനെ കുറിച്ച് വീഡിയോ ഒരു അപ്ഡേറ്റ് ഒന്നും തന്നില്ല എന്നതുകൊണ്ടും കൂടെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്.
ഇതിനെക്കുറിച്ച് കൂടുതൽ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡേറ്റുകളും കിട്ടുമ്പോൾ നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.